ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് CSR അഥവാ സെൻട്രൽ സെറസ് കോറിയൽ റെറ്റിനോപ്പതിയെ പറ്റിയാണ്. നമ്മുടെ കണ്ണിന്റെ ഞരമ്പായ റെറ്റിനയിൽ മൊത്തത്തിൽ 10 ലെയറുകളാണ് ഉള്ളത്. ഇതിൽ നിന്നും ഒരു ലെയർ വിട്ടുമാറി അവിടെ നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥ അഥവാ കണ്ണിന്റെ ഞരമ്പിന്റെ പാളികൾക്കിടയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. 20 മുതൽ 50 വയസ്സ് പ്രായമുള്ള ആളുകളിലാണ് ഇന്ന് CSR കൂടുതലായി കണ്ടുവരുന്നത്. അതും സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരിലാണ് CSR ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ. CSR വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യഥാർത്ഥമായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇന്നിത് കൂടുതലായി കണ്ടുവരുന്നത് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരിലാണ്. അതായത് കൂടുതൽ ഡിപ്രഷൻ, ടെൻഷൻ, സ്ട്രെസ്, ഉറക്കമില്ലായ്മ ഇതുപോലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിലും സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാരിലും ഇന്നിത് സാധാരണമായി കണ്ടുവരുന്നു. അതുപോലെ പ്രഗ്നന്റ് ആയ സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നു. CSR വന്നാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന കാഴ്ച മങ്ങൽ, വസ്തുക്കളുടെ നിറം മങ്ങിയതായി തോന്നുക, ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ആകൃതിയിൽ വ്യത്യാസം വന്നതായി തോന്നുക, അതായത് ഒരു നേർരേഖയിലേക്കോ മറ്റോ നോക്കുന്ന സമയത്ത് അത് വളഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുക, ഭിത്തിയിലേക്കോ വെളുത്ത പ്രതലത്തിലേക്കോ നോക്കുന്ന സമയത്ത് അവിടെ കറുത്ത മറയുള്ളതായി അനുഭവപ്പെടുന്നു. CSR വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിന് പ്രത്യേകിച്ച് ചികിത്സാ രീതികളൊന്നും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഒരു 3-4 മാസം വരെ കൃത്യമായ ഒബ്സർവേഷൻസ് മാത്രമാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. ഈ കാലയളവിന് ശേഷം വീണ്ടും കാഴ്ചസ്ഥിതി വഷളാവുകയാണെങ്കിൽ നമ്മൾ ലേസർ, ഫോട്ടോഡൈനാമിക് തെറാപ്പി ഓർ PDT, ആന്റി-VEGF ട്രീറ്റ്മെന്റ് ഇതുപോലെയുള്ള ചികിത്സാ രീതികൾ സ്വീകരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.